എല്ലാവർക്കും നമസ്കാരം. വിജയത്തിൻ്റെ ഈ സിനിമയിൽ ഞാനില്ല. സിനിമകൾ പല കാരണങ്ങൾ കൊണ്ടും സിനിമകൾ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ഏത് സിനിമ നഷ്ടപ്പെടുമ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ സങ്കടം. കാരണം 2-3 ദിവസം റോളായിരുന്നെങ്കിൽ പോലും ഏതോ ഒരു പടമായിട്ട് ക്ലാസ്സായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പകരം അഭിനയിച്ച ആരെന്ന് ഞാൻ ചോദിക്കാൻ കണ്ടാൽ ചെറുപടിക്ക് ഇരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിലൂടെ തന്നെ അവസാനിക്കട്ടെ. കാരണം വിജയൻ്റെ പടം ഇഷ്ടപ്പെട്ട പ്രശ്നം. കാരണം വിജയൻ ഞാൻ 2 പടം ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മുതൽ കഴിക്കുന്നതാണ് വിശ്വസിച്ച് വിജയൻ. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നു. എനിക്ക് തോന്നുന്നു എന്നാ പറയണ്ട, ഇത്രയും ഒരു സ്നേഹവും സുരക്ഷിതത്വവും സഹിഷ്ണുതയും ഒരു മനുഷ്യൻ. നമുക്ക് ഭയങ്കര ഒരു ഇപ്പം മാഷിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ എത്രയോ കാലം മുമ്പ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഗാനങ്ങൾ, ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഷോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട ആ മനുഷ്യൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിത എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായ, അദ്ദേഹത്തിന് ഇഷ്ടമായ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് നമ്മൾ അനുഭവിച്ചറിയും. ഇനി വളരെയധികം വ്യക്തിപരമായിട്ട് നമ്മൾ സാധാരണ അഭിനയിക്കാത്ത പടത്തിൻ്റെ പ്രൊഫഷനൊക്കെ പോകണം അവിടങ്ങളിൽ എന്ന് പറയും. പക്ഷേ വിജയേട്ടൻ ഇങ്ങനെ വിളിച്ചില്ലേനും ഇങ്ങനെ ഏത് പ്രശ്നം വിളിച്ചാലും നമ്മൾ വന്നു പോകും. കാരണം അതാണ് വിജയേട്ടൻ്റെ ഒരു ബോണ്ടിങ്, ഒരു എന്നാ പറയുന്ന ഒരു സ്നേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഭീഷ്മർക്ക് എല്ലാവരുടെ ആശംസകളും ഒരു വലിയ വിജയമാവട്ടെ. എനിക്ക് തോന്നുന്നു ധ്യാനിൽ നിന്നും ചുറ്റുപാടുള്ളവരിൽ നിന്നും അതിനനുസരിച്ചിട്ട് പടം വളരെ രസകരമായ നല്ല തമാശകളുള്ള നല്ല സിനിമയായിട്ടാണ് പാട്ട് വന്നത്. പ്രത്യേകിച്ച് ധ്യാൻ്റെ ആ എക്സ്പ്രഷൻ ആദ്യമായിട്ടാണ് തോന്നുന്നത്. ധ്യാൻ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഫ്രഷാണ്. ദിലീപ് പോലും അന്തം വിട്ടുപോയി. നീ എപ്പോൾ പഠിച്ചതേ. അപ്പോൾ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പാട്ടുകൾ വളരെ നല്ല ലൈൻസ് ആണെങ്കിലും വെജിറ്റേറിയൻ നല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഇഷ്ടം തോന്നും. ഇതിനെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു വലിയ വിജയമാവട്ടെ. എനിക്കൊന്നു വിജയേട്ടൻ്റെ ആരോഗ്യത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ രഹസ്യം സംവിധാനം ചെയ്യുന്നതാണ്. അത് എല്ലാ സിനിമാ പ്രവർത്തകർക്കും അങ്ങനെയാണ്. കാരണം കണ്ണിലെ കടങ്ങാണെങ്കിലും ഒരു പടം കിട്ടിയാൽ നമ്മൾ എനർജറ്റിക്കാവും. വിജയേട്ടൻ്റെ ആരോഗ്യത്തിൻ്റെ സാധാരണ ഇപ്പം എത്രയും പെട്ടെന്ന് വിജയേട്ടൻ അടുത്ത സിനിമയിൽ സംവിധാനം ചെയ്യട്ടെ. ഇനി എന്ത് വന്നാലും ഞാൻ അടുത്ത സിനിമയിലുണ്ടാകും. എൻ്റെ റോൾ എടുക്കാവുന്ന ആരും വിചാരിക്കണ്ട. അപ്പം ഒരിക്കൽ കൂടി ഭീഷ്മർക്ക്, വിജയേട്ടന് എല്ലാവരും നന്മകളും നേരുന്നു. എല്ലാവർക്കും നല്ലത്. സന്തോഷം.